ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ നടന്മാർ മലയാള സിനിമയിൽ വളരെ കുറവാണ്. എന്നാൽ ബാലതാരത്തിൽ നിന്നും വളർന്ന് ഇന്ന് പ്രമുഖ നടന്മാരിൽ ഒരാളായി മാറിയ താരമാണ് ബൈജു സന്തോഷ്. മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലൂടെയാണ് നടൻ ആദ്യമായി അഭിനയിക്കുന്നത്. 12 വയസ്സിൽ തുടങ്ങിയ അഭിനയ ജീവിതം ഇപ്പോഴും സജീവമായി കൊണ്ടുപോവുകയാണ് താരം. ഇപ്പോഴിതാ തൻ്റെ ആദ്യ സിനിമയെക്കുറിച്ചും പ്രതിഫലമായി ലഭിച്ച തുക എത്രയാണെന്നും വെളിപ്പെടുത്തുകയാണ് താരം. അവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടൻ. ആദ്യമായി സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ചായിരുന്നു ബൈജു സംസാരിച്ചത്. ബാലചന്ദ്ര മേനോനുമായിട്ടുള്ള പരിചയം. അദ്ദേഹമാണ് എന്നെ ആദ്യമായി സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. സ്കൂളിൽ നിന്നും പിടിച്ചുകൊണ്ട് വരികയായിരുന്നു. മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത്. അതിനുശേഷം അഭിനയിച്ച സിനിമയിൽ അത്യാവശ്യം വലിയ റോളാണ് ചെയ്തത്. ലാലേട്ടൻ്റെ 5ാമത്തെ പടമോ മറ്റോ ആണത്. നെടുമുടി വേണുചേട്ടനാണ് അതിൽ പ്രധാനപ്പെട്ട റോളിൽ അഭിനയിച്ചത്. മാത്രമല്ല തനിക്ക് ആദ്യമായി കിട്ടിയ പ്രതിഫലത്തെപ്പറ്റിയും ബൈജു പറഞ്ഞു. ആദ്യം ഡബ്ബ് ചെയ്തപ്പോൾ പ്രതിഫലമായി കിട്ടിയത് 50 രൂപയായിരുന്നു. പിന്നെ അഭിനയിച്ചപ്പോൾ കിട്ടിയത് 500 രൂപയാണ്. പിന്നെ കയറി വന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. പ്രതിഫലത്തെക്കുറിച്ച് നേരത്തെയും ബൈജു പറയാറുണ്ട്. നല്ല തുകയില്ലെങ്കിൽ ഞാൻ അഭിനയിക്കാനും പോവില്ല എന്ന് കരുതി ഭീമമായ തുകയൊന്നും പറയാറില്ല. എനിക്ക് അർഹമായ കാശ് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ആ പ്രൊജക്റ്റ് എന്താണെന്നും അതിൻ്റെ രീതികളുമൊക്കെ നമ്മളും നോക്കണം. ആരൊക്കെ അഭിനയിക്കുന്നു, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് പൈസ കുറച്ചും താൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ വലിയ തുക ചോദിച്ചിട്ട് അവസരം നഷ്ടപ്പെടാനും പാടില്ലല്ലോ എന്നും ബൈജു പറയുന്നു. ഇതിനിടയിൽ കാശ് വാങ്ങാതെ അഭിനയിച്ച സിനിമകളുമുണ്ട്. ദിനേശ് പണിക്കരുടെ ഒരു പടത്തിൽ പൈസ വാങ്ങിയിരുന്നില്ല. ജഗദീഷ് ചേട്ടനൊക്കെ അഭിനയിച്ചിട്ടുള്ള ചിരിക്കുടുക്ക എന്ന സിനിമയായിരുന്നു അത്. പുള്ളിയെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ TK രാജീവ് കുമാറിൻ്റെ കോളാമ്പി എന്ന സിനിമയിൽ അഭിനയിച്ചതും പൈസ വാങ്ങിക്കാതെയാണ്. വേറെ ചില സിനിമകളിൽ തുക പറഞ്ഞ് അഭിനയിച്ചിട്ടും അവസാനം പൈസ തികയാതെ വന്നപ്പോൾ നമ്മൾ ബാക്കി വാങ്ങിക്കാതെ വിട്ടുകളയുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഷൂട്ടിങ്ങിനിടയിൽ പൈസ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന സ്വഭാവം എനിക്കില്ല. അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും വേഗം സിനിമ തീർക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പൈസ എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ. അതിനിടയിൽ പൈസ ചോദിച്ച് ആരെയും ശല്യപ്പെടുത്താറില്ല. ഇങ്ങോട്ട് തരികയാണെങ്കിൽ വാങ്ങും, അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് മര്യാദയുണ്ട്. പക്ഷേ എത്ര പേർക്ക് ഈ മര്യാദയുണ്ടെന്ന് നോക്കിയാൽ ആരും ഉണ്ടാവില്ല.